മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിലെ കെട്ടുറപ്പിന്റെ പ്രശ്നങ്ങളാണ്. നമ്മുടെയൊക്കെ കാലത്ത് കുഞ്ഞുകാലങ്ങളിലാണെ പോലും എല്ലാത്തിനും ഒരു ഭയമുണ്ടായിരുന്നു. ആ ഭയത്തിൽ നിന്ന് വ്യതിചലിച്ച് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു അവസരം, അതായത് 90 കോടി രൂപയുടെ മയക്കുമരുന്ന് വന്നാൽ 500 കോടി രൂപയ്ക്ക് വിൽക്കാം. ഇത് വിതരണം ചെയ്യാനായിട്ട് 3 ദിവസം മതിയെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ശക്തമാണ് ഈ കൂട്ടായ്മ ഇത് പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ തിന്മകളൊന്നും, പക്ഷേ പോലീസിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഇതിന്റെ ഉറവിടത്തിൽ അവർ വളരെ കൃത്യമായിട്ട് ഇടപെടുകയും അതിന് നീക്കുപോക്ക് കണ്ടെത്താൻ അവർക്ക് പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പ്രശംസനീയമാണ്. കട്ടപ്പന ഡിവൈഎസ്പി VA നിഷാദ് മോൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു ദൗത്യം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ സമകാലിക സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാല്യത്തിൽ തുടങ്ങി യൗവനത്തിൽ കൊലക്കേസ് പ്രതികളാകുന്ന ഒരു കൗമാരത്തെയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരുപക്ഷെ നമ്മുടെ ഒന്നും വീടുകളിൽ ഇന്ന് ഇല്ലായിരിക്കാം. നാളെ നമ്മുടെ വീടുകളിലേക്ക് ഇത് എത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. ശരിക്കും ഇപ്പോഴാണ് കേരളം ഒരു ഭ്രാന്താലയമായിട്ട് മാറിയെന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. MK തോമസ്, ജോഷി കുട്ടട, സിജോമോൻ ജോസ്, ഷിയാസ്, അജിത് സുകുമാരൻ, അനിൽകുമാർ പുനർജുനി, ശ്രീധർ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പനയിലെ വിവിധ ക്ലബ് ഭാരവാഹികൾ, മർച്ചന്റ് അസോസിയേഷൻ, യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.